Hi all. Today let us go into a new topic called NoSQL or NoSQL database. So till now we have been discussing on the a database which is called a relational database, okay, or relational database management system, okay, RDBMS. So what is RDBMS? RDBMS, the data or the values will be represented in the form of what? In the form of tables. ഓക്കെ. സോ ടിൽ നൗ ഇപ്പോൾ നമ്മൾ ഇത്രയും നാളും കണ്ടത് അതാണ്, ടേബിൾ ഫോമിൽ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് RDBMS. അപ്പോൾ നമുക്ക് ടേബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഡാറ്റാസ് ഉണ്ടാവും. ഓക്കെ, സോ ദർ ക്യാൻ ബി സം ഡാറ്റ വിച്ച് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ടു ടേബിൾ. ഫോർ എക്സാമ്പിൾ ഗ്രാഫ്സ്, ഓക്കെ, ഓർ ഡോക്യുമെൻറ്റ് ബേസ്ഡ്, ഇപ്പോൾ ഡോക്യുമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊന്നും നമുക്ക് ടേബിളിൽ, അതായത് RDBMS സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ RDBMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ ഫിക്സഡ് കൺസ്ട്രെയിൻ ഓർ എ ഫിക്സഡ് സ്കീമ ഇസ് ദർ. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് സ്കീമ ഓൺലി വി ആർ സ്റ്റോറിങ് ഡാറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ സ്കീമ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഡാറ്റകളിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളതിലെല്ലാം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് NoSQL ഡാറ്റാബേസ്. ഓക്കെ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെയുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. ഡാറ്റാബേസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ആമസോൺ, ഓക്കെ, ഫ്ലിപ്കാർട്ട്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഈ പറയുന്ന NoSQL അവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ NoSQL എന്ന് പറയുന്ന ഇതിൽ കോൺസെപ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഓക്കെ, വി ഡോണ്ട് ഹാവ് എ സ്കീമ ഈസ് നോട്ട് റിക്വയർഡ് ഹിയർ. എനി ടൈപ്പ് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഹിയർ. ഓക്കെ, ദർ ഇസ് നോട്ട് റിക്വയർഡ് ഫോർ എനി സ്കീമ. ക്ലിയർ? അപ്പോൾ അതാണ് NoSQL എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ NoSQL ഡാറ്റാബേസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ let us go into the details of NoSQL. It is a non-relational database management system. Non-relational means what? Not in the form of tables or rows and columns. Rows and columns എഴുതുന്നതാണ് റിലേഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോൺ റിലേഷനാണ് ഈ NoSQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെവർ പ്രൊവൈഡ്സ് ടേബിൾ വിത്ത് ഫ്ലാറ്റ് ഫിക്സഡ് കോളം റെക്കോർഡ്സ്. അപ്പോൾ ഇവിടെ ടേബിളില്ല, റോ കോളം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഫിക്സഡ് സ്കീമ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ നമുക്കൊരു ഫിക്സഡ് സ്കീമ വേണ്ട. നമ്മൾ സാധാരണ ഡാറ്റാബേസിൽ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ സ്കീമയെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് സ്കീമയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്കീമയുടെ ആവശ്യമേ ഇല്ല. സ്കീമ ഇല്ലാതെ തന്നെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. Now horizontal scaling is possible. So what do you mean by this horizontal scaling? നമ്മൾ സാധാരണ RDBMSൽ നമുക്കറിയാം ടേബിൾ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ടേബിൾ ഫോമിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ടേബിൾ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ റെക്കോർഡ്സ് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോ റെക്കോർഡ്സും ഒന്ന് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ റെക്കോർഡ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാറ്റാബേസ് സെർവറിൻ്റെ കപ്പാസിറ്റി, ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് കൂട്ടുന്നു, റാം കപ്പാസിറ്റി കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ വെർട്ടിക്കൽ സ്കെയിലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഏതിൽ? നമ്മുടെ RDBMSൽ. ഓക്കെ, RDBMSൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്കെയിലിംഗ് ആണ്. ഓക്കെ, അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് സെർവറിൽ തന്നെ വി ആർ ആക്ച്വലി ഇൻക്രീസിങ് ദ കപ്പാസിറ്റി. ദാറ്റ് ഈസ് കോൾഡ് വെർട്ടിക്കൽ സ്കെയിലിംഗ്. Now horizontal scaling means in NoSQL we can store a part of the data in one server 1, and another part in another server. Okay, server 2. അപ്പോൾ നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സ്ഥലം എന്നുണ്ടെങ്കിൽ ആ ഡാറ്റയിൽ തന്നെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് ഒരു സെർവറിൽ സ്റ്റോർ ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത സെർവറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എക്സ്പാൻഷൻ പോസിബിളാണ്. അതാണ് ഈ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആൻഡ് വെർട്ടിക്കൽ സ്കെയിലിംഗ്. അപ്പോൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് നമ്മൾ RDBMSൽ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർവറിൻ്റെ കപ്പാസിറ്റി കൂട്ടി കൊടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പാർട്ട് നമ്മുടെ ഒരു സെർവറിൽ സ്റ്റോർ ചെയ്യും, ബാക്കി അടുത്ത സെർവറിൽ സ്റ്റോർ ചെയ്യും. അതിൽ സ്പേസ് ഇല്ലെങ്കിൽ ബാക്കി അടുത്തേക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്.
The major purpose of using NoSQL database is for distributed data stores with large data storage need. ഇപ്പോൾ നോ എസ് ക്യൂലിൻ്റെ യൂസേജ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിഗ് ഡാറ്റ അല്ലെങ്കിൽ ആ ഒരുപാട് ഇൻഫർമേഷൻ ബൾക്ക് ഓഫ് ഇൻഫർമേഷൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റയിൽ ബൾക്ക് ഓഫ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ എസ് ക്യു എൽ എന്ന് പറയുന്ന RDBMS കോൺസെപ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നോ എസ് ക്യു എൽ എന്ന് പറയുന്ന ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആമസോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ ഫിക്സഡ് സ്കീമ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനൊന്നും സാധിക്കില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അത് എഫിഷ്യൻ്റ് ആവില്ല, ഒരുപാട് നമ്മുടെ സെർവറിന് തന്നെ കപ്പാസിറ്റികൾ കൂടി വരും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഈ സ്കീമയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കത് ഏത് രീതിയിൽ വേണോ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതുപോലെ ലാർജ് ഡാറ്റ വന്നപ്പോഴത്തേക്കും ഓക്കെ ടു ഹാൻഡിൽ ലാർജ് ഡാറ്റ or data storage requirement, we are actually switching over to NoSQL. Much faster performance than the relational DBM. Okay, it is having better performance than the relational DB. Relational DB കാട്ടി കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതലാണ് ഇതിന്. The concept of NoSQL database became popular with the internet giants like Google, Facebook, Amazon, etc. who deal with the huge volumes of data. ഓക്കെ, അപ്പോൾ ഈ NoSQL എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ പറഞ്ഞ ഈ ഫേസ്ബുക്ക്, ആമസോൺ എന്നുള്ള ആപ്ലിക്കേഷൻസുകൾ അവരൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവരുടെ അതിലൊക്കെ ഡാറ്റ അവരുടെ ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NoSQL കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത് തന്നെ. ഓക്കെ, നൗ യു ആർ ഗോയിങ് ടു സീ ദ ടൈപ്സ് ഓഫ് NoSQL ഡാറ്റാബേസസ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഈ NoSQL നമുക്ക് എങ്ങനെയൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് കീ വാല്യൂ പെയർ ബേസ്ഡ്, കോളം ഡാറ്റാ ബേസ്ഡ്, ഗ്രാഫ് ബേസ്ഡ്, ഡോക്യുമെൻറ്റ് ഓറിയൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ടേബിൾ ഫോമിലല്ല അല്ലാത്ത രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കോളം ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ കോളം ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കോളത്തിൽ മാത്രം സ്റ്റോർ ചെയ്യും. ഇവിടെ നമുക്ക് റോസ് ഇല്ല, ജസ്റ്റ് കോളത്തിൽ മാത്രം സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഈസ് എ റിലേഷണൽ DBMS. ഓക്കെ, ഇതിൽ നമുക്ക് ID ഇതെല്ലാം ഇത് റോ കോളം അല്ലേ, റോ കോളത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് RDBMS. അപ്പോൾ ഇതിന് നമ്മൾ ഒരു കോളം ഓറിയൻറ്റഡ് DBMS, കോളം ഓറിയൻറ്റഡ് NoSQL കോൺസെപ്റ്റിൽ എങ്ങനെ എഴുതുന്നത്, ഇവിടെ നമ്മൾ ജസ്റ്റ് ആദ്യം കോളത്തിലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ വാല്യൂസും എഴുതുന്നുണ്ട്. 001, 002, 003 അങ്ങനെ എല്ലാ കോളവും ആദ്യം എഴുതും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോളം, അത് കഴിഞ്ഞ് മൂന്നാമത്തെ കോളം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് കോളം DBMS. ഓക്കെ, ദിസ് ഈസ് കോൾഡ് കോളം ഓറിയൻറ്റഡ് DBMS. ഇത് ഒരു NoSQLൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, so it is a DBMS that stores data in column instead of rows. In column DB, all the column 1 values are physically together followed by column 2 values. ഓക്കെ, അപ്പോൾ ആദ്യം കോളം 1 ഉള്ള എല്ലാ വാല്യൂസും എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് കോളം 2ലുള്ള എല്ലാ വാല്യൂസും എടുക്കുന്നു, അങ്ങനെ പോകുന്നു. ഓക്കെ, ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കസാൻഡ്ര എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസാണ് ഈ കോളം ഡാറ്റാബേസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കസാൻഡ്രയുണ്ട്, കോസ്മോ DB, ബിഗ് ടേബിൾ ആൻഡ് HBase. ഇതിൽ കസാൻഡ്രയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി. ഓക്കെ, കസാൻഡ്ര. അപ്പോൾ ഈ എക്സാമ്പിൾസ് മറക്കരുത്. യു ഹാവ് ടു സ്റ്റഡി ദ എക്സാമ്പിൾസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ദാറ്റ് ഈസ് കോൾഡ് കോളം ഡാറ്റാബേസ്. ഇപ്പോൾ ഇതാണ് കോളം ഡാറ്റാബേസ്. ഇപ്പോൾ ഈ എക്സാമ്പിൾസ് ആകുന്നത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്? ബെനിഫിറ്റ്സ് മീൻസ് ഇറ്റ് ഈസ് സെൽഫ് ഇൻഡെക്സിങ്. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് നമ്മൾ ഇൻഡെക്സിങ് കൊടുക്കേണ്ട കാര്യമില്ല, അത് സെൽഫായിട്ടത് ഇൻഡെക്സിങ് ചെയ്തോളും. ഇറ്റ് യൂസസ് ലെസ് ഡിസ്ക് സ്പേസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് RDBMS കണ്ടെയ്നിങ് സെയിം ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഈ കോളം വൈസ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലെസ് സ്പേസ് മതി. ഓക്കെ, കാരണം നമ്മൾ ബ്ലോക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റ എല്ലാം ബ്ലോക്കിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോളം റോ വൈസ് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ബാക്കിയുള്ള ബ്ലോക്സ് നമുക്ക് ചിലപ്പോൾ വേക്കൻ്റ് ആയിട്ട് കിടക്കും. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് എല്ലാ ഡാറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ലെസ് സ്പേസ് കമ്പയർഡ് ടു RDBMS containing the same data. Okay, the next concept is document database. So document database make it easier for the developer to store and query data in database by using some document model format. ഇപ്പോൾ നമ്മൾ ഇതിൽ ടേബിൾ ഫോം അല്ല, നമ്മൾ സാധാരണ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഒക്കെ എഴുതുന്നില്ലേ, നമ്മൾ ഐ തിങ്ക് ഓൾ ആർ ഫെമിലിയർ വിത്ത് XML ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ XML ഡോക്യുമെൻറ്റിൽ എഴുതിയേക്കുന്ന ഒരു സംഭവം നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അതാണ് ഒരു ഡോക്യുമെൻറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ക്ലിയർ? ആ, അപ്പോൾ ഡോക്യുമെൻറ്റ് ഡി ബി ആർ എഫിഷ്യൻറ്റ് ഫോർ സ്ട്രോങ് കാറ്റലോഗ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ് ഫോർ എ സ്ട്രോങ് കാറ്റലോഗ്. ഓക്കെ, ഇറ്റ് ക്യാൻ സ്റ്റോർ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് അല്ല. ഓക്കെ, ഈ പറയുന്ന ഡോക്യുമെൻറ്റ് ഡി ബിയിൽ പറയുന്ന ഡാറ്റ എല്ലാം ഇറ്റ് ഈസ് നോട്ട് ഇൻ എ സ്ട്രക്ചേർഡ് ഫോം, ഇറ്റ് ഈസ് സെമി സ്ട്രക്ചേർഡ് ഫോം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് JSON അല്ലെങ്കിൽ XML ഫോർമാറ്റിൽ എഴുതുന്നതിനാണ് ഈ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ് JSON? JSON മീൻസ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ്റെ ഷോർട്ട് ഫോമാണ് JSON. XML മീൻസ് എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഈ JSON XML ഫോർമാറ്റിൽ എഴുതുന്നതിനാണ് നമ്മൾ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഡാറ്റാബേസിൻ്റെ കീഴിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ, ഡോക്യുമെൻറ്റ് ഡാറ്റാബേസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് MongoDB. ഓക്കെ, നമ്മളെപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്, ഡാറ്റാബേസാണ് MongoDB. ഓക്കെ, Cosmos DB, PostgreSQL ആൻഡ് RavenDB. ഓക്കെ, ഇപ്പോൾ MongoDBയും RavenDBയാണ് ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഫെമിലറൈസ് ചെയ്ത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതാണ് ഒരു ഡോക്യുമെൻറ്റ് ഡാറ്റാബേസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇത് JSON ഫോർമാറ്റാണ്. ഓക്കെ, ഇത് XML അല്ല, ഇത് JSON ഫോർമാറ്റിൽ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ID. ഓക്കെ, ദിസ് ഈസ് ID, ഫസ്റ്റ് നെയിം ഇതാണ്, ലാസ്റ്റ് നെയിം ഇതാണ്, ഇമെയിലാണ്, ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളിത് ടേബിൾ ഫോമിന് പകരം ഈ പറയുന്ന JSON ഫോമിൽ എഴുതുമ്പോഴത്തേക്കും ഇത് ഈ രീതിയിൽ വരും. ഓക്കെ, so notice that the document is written as a JSON object. This is in JSON format. JSON is a human readable data format that has become quite popular in recent years. While many different formats can be used to represent data within a document database such as XML, JSON is one of the most common choice. ഓക്കെ, ഇപ്പോൾ XML പോലത്തെ സംഭവങ്ങളുണ്ട്, പക്ഷേ JSON ആണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സിസ്റ്റം. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് ഡോക്യുമെൻറ്റ് DB. ഇനി ഇത് നമ്മൾ സാധാരണ ഒരു റിലേഷണൽ ഡാറ്റാബേസിൽ റിലേഷണൽ RDBMS എഴുതിയേക്കുന്ന സാധനത്തിന് നമ്മൾ MongoDB എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് DBയിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. കണ്ടോ? ഓക്കെ, കണ്ടോ? ഇവിടെ നമ്മൾ ID മേരി ഫസ്റ്റ് നെയിം അല്ല ID 1 മേരി ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ജെയിംസ്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, അത് MongoDBയിൽ എഴുതിയേക്കുന്നുണ്ടോ? ഫസ്റ്റ് നെയിം ഇത്, ലാസ്റ്റ് നെയിം. ക്ലിയർ? അപ്പോൾ ഇതാണ് MongoDB എന്ന് പറയുന്നത്. Okay, this is MongoDB is an example of a document database. Okay, so this is an example for a document DB. So what are the benefits? With a high level of control over the data structure, document database can adapt to the new emerging requirement. Okay, അപ്പോൾ നമുക്ക് പ്രത്യേക ഡാറ്റ സ്ട്രക്ചർ ഒന്നും വേണ്ട, ടേബിൾ ഫോമില ഒന്നും എഴുതണ്ട. നമ്മളൊരു വേർഡ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സാധാരണ ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സ്ട്രക്ചർ നമുക്കിതിൽ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇത് പ്രത്യേക രീതിയിലുള്ള ഡാറ്റ സ്ട്രക്ചർ ഒന്നും ആവശ്യമില്ല. ന്യൂ ഫീൽഡ്സ് ക്യാൻ ബി ആഡഡ് റൈറ്റ് അവേ ആൻഡ് എക്സിസ്റ്റിംഗ് വൺസ് ക്യാൻ ബി ചേഞ്ച്ഡ് അറ്റ് എനി ടൈം. നമ്മൾ ഒരു റിലേഷണൽ RDBMSൽ നമ്മളൊരു ടേബിൾ അല്ലെങ്കിൽ സ്കീമ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ വളരെ പാടാണ്. Okay, once that schema is created, it is very difficult to change. That can be changed only by the DBA, database administrator. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ നമുക്ക് എപ്പോൾ വേണോ, ആ സ്കീമ ഇല്ലാത്തത് കൊണ്ട്, ഒരു പ്രത്യേക സ്കീമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണോ നമുക്ക് പുതിയ ഫീൽഡുകൾ ആഡ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഫീൽഡ് റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റ്സും ഇതിനകത്തുണ്ട്. ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു മാനേജ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും നമുക്കിതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. സ്കെയിലബിലിറ്റി ബൈ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഞാൻ സ്കെയിലബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. സ്കെയിലബിലിറ്റി ബൈ ഡിസൈൻ. ഡോക്യുമെൻറ്റ് ഡാറ്റാബേസ് ആർ ഡിസൈൻഡ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇറ്റ് അലൗസ് സ്കെയിൽ ഹൊറിസോണ്ടലി. അപ്പോൾ നമുക്കിത് ഹൊറിസോണ്ടലി നമുക്കിത് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലി സ്കെയിൽ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? മീനിങ് ദാറ്റ് you can split a single database up across multiple servers. അപ്പോൾ ആ സിംഗിൾ ഡാറ്റാബേസ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ഡാറ്റാബേസ് സെർവേഴ്സിലേക്ക് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ എക്സ്പാൻഷനാണ് ഇവിടെ നടക്കുന്നത്, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, RDBMSൽ എന്താ നടക്കുന്നത്? വെർട്ടിക്കൽ സ്കെയിലിംഗ്. ക്ലിയർ? അപ്പോൾ ആ ഒരു
എന്താണ് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ എക്സാമിന് ചിലപ്പം ഇതൊന്നും ചോദിക്കാതെ ജസ്റ്റ് ദേ വിൽ ആസ്ക് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ RDBMS ആൻഡ് NoSQL. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇതിലുള്ള കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് ആ ഡിഫറൻസ് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് കീ വാല്യൂ പെയർ ബേസ്ഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കീ കാണും. ഒരു കീ എന്ന് പറയുന്നത് നമുക്കൊരു കീ വാല്യൂ ഉണ്ടാവും. ആ കീ വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ആ ഓരോ കീ വാല്യൂക്കും നമുക്ക് കുറേ സെറ്റ് ഓഫ് വാല്യൂസ് കാണാം. ചിലപ്പോൾ സിംഗിൾ വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും. അതാണ് ഈ കീ വാല്യൂ പെയർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ എ കീ വാല്യൂ ഡാറ്റാബേസ് സംടൈംസ് കോൾഡ് എ കീ വാല്യൂ സ്റ്റോർ യൂസസ് എ സിമ്പിൾ കീ വാല്യൂ മെത്തേഡ് ടു സ്റ്റോർ എ ഡാറ്റ. ഓക്കെ. ഇപ്പോൾ കീ വാല്യൂ മെത്തേഡ്, ഇപ്പോൾ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കീ വാല്യൂ മെത്തേഡ്. അപ്പോൾ അവിടെ ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ, ആ കീക്ക് ഒരു വാല്യൂവും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടേബിൾ. ഇത് നമ്മൾ RDBMSലുള്ള ടേബിളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കീ വാല്യൂ മോഡലിലേക്ക് എഴുതുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടോ. സോ ദിസ് ഈസ് സപ്പോസ് ടു ബി അവർ കീ. ഇതിൽ SID സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നതാണ് അതിൻ്റെ കീ. ഓക്കെ. ആ കീയുടെ നെയിം എന്താണ്? നെയിം ഫീൽഡിൽ അഹമ്മദ്. ഓക്കെ. ഫോൺ നമ്പർ ഫീൽഡിൽ ഈ നമ്പർ. ഓക്കെ. സോ ദിസ് ഈസ് ദ കീ ആൻഡ് ദിസ് ഈസ് ദ വാല്യൂ. ക്ലിയർ? ഇനി ഈ ഒരു കീ രണ്ടാമത്തെ 16J7890. ഓക്കെ. ആ കീയിൽ സ്റ്റുഡൻറ്റ് നെയിം എന്താണ്? വഫ. ആൻഡ് സ്റ്റുഡൻറ്റ് ഫോൺ നമ്പർ ഈസ് ദിസ് വൺ. ഓക്കെ. അപ്പോൾ ഉണ്ടോ, അപ്പോൾ ഈ ഒരു RDBMSനെ നമ്മൾ കീ വാല്യൂ പെയറിലേക്ക് എഴുതിയേക്കുന്നുണ്ടോ? ക്ലിയർ? അപ്പോൾ ഇതാണ് കീ വാല്യൂ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വെച്ചിരിക്കുകയല്ല, അതൊരു ഹാഷ്ഡ് വാല്യൂ ആണ്. ഓക്കെ. ഹാഷ് ചെയ്തിട്ടാണ് അതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മൾ. ഓക്കെ. അതതിലൊരു മെയിൻ കോൺസെപ്റ്റാണ്. This type of NoSQL database implements a hash table to store the unique keys along with the pointers to corresponding data values. ഓക്കെ. ഇപ്പോൾ ഈ കീസിനെല്ലാം ഹാഷ് ചെയ്തിരിക്കുകയാണ്. ആ ഹാഷ് ടേബിളിൽ എന്താണ്, ഒരു പോയിൻ്ററും കാണും. ദാറ്റ് പോയിൻ്റർ വിൽ ടെൽ വെയർ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ്. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ ഹാഷ് ചെയ്താണ് കീ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പോയിൻ്റർ കാണും. ആ പോയിൻ്റർ വിൽ ടെൽ വെയർ ദ വാല്യൂ എക്സിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എ കീ ഇൻ എ കീ വാല്യൂ പെയർ മസ്റ്റ് ബി യുണീക്ക്. ഓക്കെ. കീ വാല്യൂ പെയറിൽ കീ എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ഓക്കെ. ഇതാണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഓരോന്നിനും ഓരോ കീ ഉണ്ടോ, ഇത് യുണീക്ക് അല്ലേ? ഓക്കെ. കീ വാല്യൂവിൽ കീ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എ വാല്യൂ ക്യാൻ ബി സ്റ്റോർഡ് ആസ് ആൻ ഇൻറ്റിജർ, എ സ്ട്രിങ്, JSON ഓർ എനി അറേ ഓർ ആൻ അറേ വിത്ത് എ കീ യൂസ് ടു റെഫറൻസ് ദാറ്റ് വാല്യൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണം സ്റ്റോർ ചെയ്യാം. ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കൊരു JSON ആകാം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആകാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആകാം, എന്ത് വേണമാകാം. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കീ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കീയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഫോർമാറ്റ്. ഏത് ഫോർമാറ്റിൽ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു അതിനകത്ത് വേണമെങ്കിൽ ഒരു കീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ സ്റ്റോർ ചെയ്യാം, ഒരു ഇമേജ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ JSON സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ നമുക്കത് സെയിം കീ വാല്യൂയുടെ അണ്ടറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ കീ വാല്യൂ പെയറിൽ ഉണ്ട്. ഓക്കെ. വാല്യൂസ് കനോട്ട് ബി ക്വറീഡ് ഓർ സെർച്ച്ഡ് അപ്പോൺ, ഓൺലി ദ കീ ക്യാൻ ബി ക്വറീഡ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂവിനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇപ്പോൾ വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അഹമ്മദ് എന്ന് പറയുന്ന ആൾ എവിടെയാണെന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. കീ മാത്രം വെച്ചിട്ടേ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. So they are easy to design and implement. They are very easy to design and implement. Okay. ഇതാണ് കീ വാല്യൂ പെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. When your application need to handle lots of small continuous reads and writes that may be volatile, the key value database offer the fast in memory access. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡും റൈറ്റും ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ വോളറ്റൈൽ, ഇപ്പോൾ ടെമ്പററി ആയിരിക്കും. തൽക്കാലത്തേക്ക് വാല്യൂ എടുക്കുക, തൽക്കാലത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അങ്ങനെയുള്ള കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വോളറ്റൈലായിട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാസ്റ്റർ മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ കീ വാല്യൂ കോൺസെപ്റ്റുകൾ ഉപയോഗിക്കാം. When storing basic information such as customer details, storing shopping carts content, product catalog, etc., e-commerce product details, etc., will be stored in this format. ഓക്കെ. ഇപ്പോൾ നമുക്കൊരു കാർട്ടിൻ്റെ ഡീറ്റെയിൽസുകൾ,
ഓക്കെ, അല്ലെങ്കിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മൾ ആമസോണിലെല്ലാം നമുക്ക് കാർട്ടുണ്ടല്ലേ, നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുള്ള കണ്ടൻറ്റുകളെല്ലാം അല്ലെങ്കിൽ പ്രോഡക്ട്സുകളെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ കാർട്ടിൽ ആഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഈ കീ വാല്യൂ പെയറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇ കോമേഴ്സ് സൈറ്റുകളിലെല്ലാം ഡാറ്റാബേസുകൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പല ഫോർമാറ്റിലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ RDBMS സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ഒരു ചലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് അവർ നമുക്ക് ഈ JS അല്ലെങ്കിൽ ഈ പറഞ്ഞ NoSQL എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് എ കീ വാല്യൂ ഡാറ്റാബേസ്, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, റെഡിസ്, ഡൈനാമോ, റായ്ക്കാറേ. ഓക്കെ, റായ്ക്കാറേ സം ഓഫ് ദ NoSQL എക്സാമ്പിൾസ്. ക്ലിയർ? ഓക്കെ, ഇതിൽ ഡൈനാമോ എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വാല്യൂ ഡാറ്റാബേസ്. Graph-based NoSQL. So they primarily are composed of two components. ഇതിൽ രണ്ട് components ആണുള്ളത്, നോഡും എഡ്ജ്. ഓക്കെ, so node contains the actual data അല്ലേ, the node contains the actual piece of data. It can be the number of viewers of a YouTube video, the number of people who have read a tweet, or it could be even the basic information such as people's name, address and so forth. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ നോഡിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നോഡെന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റയാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. യൂട്യൂബിൽ എത്ര വ്യൂവേഴ്സ് വന്നിട്ടുണ്ടാവും, എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടാവും, എത്ര ട്വിറ്ററിൽ എത്ര ട്വീറ്റ് വന്നിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ഇൻഫർമേഷൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ദ എഡ്ജ്. സോ എഡ്ജ് എക്സ്പ്ലെയിൻസ് ദ ആക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നോഡ്സ് അല്ലേ. അപ്പോൾ നമ്മൾ നോഡിനകത്തുള്ള ഡാറ്റ, ഇപ്പം മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടെങ്കിൽ ആ നോഡുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ എഡ്ജ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, so it explains the actual relationship between two nodes. The edges might have directions describing the flow of set data. അപ്പോൾ അതിൽ ഡയറക്ഷൻസ് എഡ്ജിൽ നമുക്ക് ഡയറക്റ്റഡ് എഡ്ജാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റ ഫ്ലോ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എഡ്ജിൽ നിന്ന് അടുത്ത എഡ്ജിലേക്കുള്ള ഡാറ്റ ഫ്ലോ ഏത് ഡയറക്ഷനിലാണെന്നുള്ളതും കൂടെ അതിൽ they have described it. ഓക്കെ, സോ എക്സാമ്പിൾ ഓഫ് എ ഗ്രാഫ് ഡാറ്റാബേസ് ഈസ് ArgoDB. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ Neo4j and ArgoDB are the main examples of graph-based NoSQL. Clear? Well, this is a representation for GraphDB. ഇപ്പോൾ ഇതിൽ കണ്ടോ, പേഴ്സൺ, സിറ്റി, റെസ്റ്റർ. അപ്പോൾ ഇത് പേഴ്സണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നു, പേഴ്സണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഇതിനകത്തുണ്ടാവും. പേഴ്സൻ്റെ ID, പേഴ്സൻ്റെ പേര്, പേഴ്സൻ്റെ ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു ഇപ്പോൾ സിറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ ഏതൊക്കെ സിറ്റീസ് ഉണ്ട്, ഓക്കെ, ഒരു സ്റ്റേറ്റിൽ ഏതൊക്കെ സിറ്റീസ് ഉണ്ട്, സിറ്റിയുടെ ഡീറ്റെയിൽസിൽ ഇതിനകത്തുണ്ടാവും. ഓക്കെ, ഇനി റെസ്റ്റോറൻറ്റ്സ്, ഓരോ സിറ്റീസിൽ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഓക്കെ, എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു സംഭവം ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു പേഴ്സൺ ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ നോഡുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ വെച്ചിട്ടാണ് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ആ കറസ്പോണ്ടിങ് ഡാറ്റ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് GraphDB. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, അതായത് RDBMS സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ പറഞ്ഞ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാബേസ് ഉണ്ട്. അതാണ് NoSQL എന്ന് പറയുന്ന ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ NoSQL എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ ടൈപ്സ് ചോദിക്കും, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ NoSQL ആൻഡ് RDBMS, ഈ കോൺസെപ്റ്റുകളെല്ലാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, താങ്ക് യു.